ലൈൻ, ഗ്രീൻ ലൈൻ, ഗ്രീൻ ലൈൻ. ഇപ്പോൾ യൂട്യൂബ് തുറന്നു നോക്കിയാൽ തന്നെ നിറച്ച് ഗ്രീൻ ലൈനിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. ഫോണിൻ്റെ നടുക്ക് ഗ്രീൻ ലൈൻ വന്നു, അപ്പുറത്ത് ഗ്രീൻ ലൈൻ വരുന്നു, ഇപ്പുറത്ത് ഗ്രീൻ ലൈൻ വന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്. പണ്ട് കൊറോണ വന്നപ്പോൾ അമേരിക്കയിൽ വന്നു, ചൈനയിൽ വന്നു പറഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസ് ഫീൽ ചെയ്യില്ലായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ വന്നപ്പോഴാണ് എത്ര കണ്ട് വലിയ ഒരു രോഗമാണതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെയാണ് ഈ ഗ്രീൻ ലൈനിൻ്റെ കാര്യം. യൂട്യൂബിൽ പല ആൾക്കാർക്കും സാംസങ്ങിന് വന്നു, ആപ്പിളിൽ വന്നു, വിവോയിൽ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കേട്ടിരുന്നിരുന്നു, വന്നിരുന്നു അല്ലേ. പക്ഷെ അത് എൻ്റെ ഫോണിൽ വന്നപ്പോഴാണ് അതിൻ്റെ ഇൻറ്റൻസും അതിൻ്റെ പ്രോബ്ലംസും എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, സാംസങ്ങിൻ്റെ വാറൻറ്റി കഴിഞ്ഞ ഫോണിലെ ഗ്രീൻ ലൈൻ ഇഷ്യൂ എൻ്റെ വന്നു. S22 Ultra ആയിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന മോഡൽ. അതിൽ വാറൻറ്റി കഴിഞ്ഞ് ഏതാണ്ട് 3 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ അതിൽ കറക്റ്റ് നടുക്കായിട്ട് ഒരു വര വീണു. അപ്പോൾ അത് എങ്ങനെ എനിക്ക് ഫ്രീ റീപ്ലേസ്മെൻറ്റ് കിട്ടിയെന്നും അതിൻ്റെ ചില സംഭവങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാം ടൈമിൽ, ക്രിസ്മസ് എക്സാം ടൈമിലാണ് ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്ഡേറ്റ് വന്നു. അപ്ഡേറ്റ് ചെയ്ത് ഫോൺ എടുത്തപ്പോഴാണ് പെട്ടെന്ന് ചെറിയൊരു വര മാതിരി വന്ന് പിന്നെ അതിങ്ങനെ കട്ടി കൂടി കറക്റ്റ് സെൻട്രൽ ലൈനിൽ ക്യാമറയോട് കറക്റ്റ് നല്ല സ്കെയിൽ വെച്ച് അളന്ന പോലെ കറക്റ്റ് ക്യാമറയോട് അവിടെ ആയിട്ടാണ് ഗ്രീൻ ലൈൻ വന്നത്. അത് ഞാൻ ആകെ പേടിച്ചു പോയോ, ഇനി എന്ത് ചെയ്യുമോ, അത് കുടുങ്ങിയല്ലോ എന്നൊക്കെ. അങ്ങനെ ഞാൻ നെറ്റിൽ നോക്കി. അപ്പം നെറ്റിലും ഇത് സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കിയപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ ഇത് മേടിച്ചിരുന്നു. ഞാൻ പാലക്കാട് സ്മാർട്ട് കഫേ എന്നാണ് ഈ ഫോൺ മേടിച്ചിരുന്നത്. അപ്പോൾ അവരെ വിളിച്ചു. അപ്പോൾ അവർ അതിൻ്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞു തന്നു. നിങ്ങൾ നേരെ സാംസങ്ങിലുള്ള സർവീസ് സെൻറ്റർ, അവിടെ ആദ്യം അവരുടെ കടയിൽ സ്മാർട്ട് കഫേയിൽ ഒന്ന് കൊണ്ടുപോയി കൊടുത്തു. അവിടുന്ന് ഞങ്ങൾ നേരെ തൊട്ടടുത്ത് തന്നെ ഉള്ള സർവീസ് സെൻറ്ററിൽ പോയി, പാലക്കാട് സർവീസ് സെൻറ്ററിൽ പോയി. അവിടെ ചെന്ന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു ജോബ് ഷീറ്റ്, അതായത് ഇങ്ങനെയാണ് പ്രശ്നം എന്നുള്ളത്, ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് വാറൻറ്റി, ഔട്ട് ഓഫ് വാറൻറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രീ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ ഒന്നും നിലവിൽ ഞങ്ങളുടെ ടേംസ് ആൻഡ് സർവീസസിൽ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നേരെ ഒരു ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. അത് PDF ആയിട്ട് നമ്മുടെ വാട്സപ്പിലേക്കും മെയിലേക്കും അയച്ചു. ആ ജോബ് നമ്പർ വെച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, കസ്റ്റമർ കെയർ, അതിൽ തന്നെ നമ്പർ ഉണ്ടായിരിക്കും, കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ലല്ലോ, അത്രേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. ആ ജോബ് ഷീറ്റ് നമ്പർ വെച്ച് കസ്റ്റമർ കെയർക്ക് വിളിച്ചു. കസ്റ്റമർ കെയർക്ക് വിളിച്ചപ്പോൾ ഏറ്റവും രസകരമായി നിന്നത് വളരെ എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള ഒരു കമൻ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതായത് ഒരു തവണയില്ല, പലതവണ വിളിച്ചു. അത് മലയാളം തുടക്കത്തിലൊന്നും കിട്ടിയില്ല, പ്രധാനമായിട്ട് ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളിലാണ് സംസാരിക്കേണ്ടി വന്നത്. അപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിലായാലും തമിഴിലായാലും എല്ലാം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ ടേംസ് ആൻഡ് സർവീസസിൽ S22 Ultra എന്നത് അതിന് നിലവിൽ ഒരു കംപ്ലൈൻറ്റും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ ഗ്രീൻ ലൈൻ ഉള്ളത് ആകെ ക്യാമറയ്ക്ക് സൈഡിലോട്ട്, അതായത് വെർട്ടിക്കലായിട്ടുള്ള ഗ്രീൻ ലൈൻ മാത്രമേയാണ് നിലവിൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ ലൈൻ വന്നത്, നടുക്കിലൂടെ വന്നത് ഞങ്ങൾക്ക് തരാൻ കഴിയും. അതായത് എൻ്റെ യൂസേജ് കൊണ്ട് വന്ന എന്തോ പ്രശ്നമാണ്, അല്ലാതെ സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ ഉപയോഗമാണ് പ്രശ്നം എന്ന് പറയും. അപ്പോൾ അതുവരെ ഞാൻ നല്ല രീതിയിൽ തന്നെ അത് കേട്ടിരുന്നു. ഓക്കെ, അങ്ങനെ. പക്ഷെ അത് എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു, കാരണം ഞാൻ അത്രയും കെയർഫുള്ളായിട്ടാണ് എൻ്റെ ഫോൺ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അങ്ങനെ പിന്നെ ക്രമേണ കുറച്ച് റിബൽ ടൈപ്പിലേക്ക് മൂവ് ആയി. അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. വളരെ നെഗറ്റീവായിട്ട് ചിലർ സംസാരിക്കുകയുണ്ടായി, അതായത് നിങ്ങളുടെ ഉപയോഗം ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ നല്ല വർത്തമാനം പറഞ്ഞു. അങ്ങനെ ഒരു 2 തവണ കസ്റ്റമർ കെയറിൽ വിളിച്ചു. ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഏതാണ്ട് 26,000, അതായത് 26,000 രൂപയാണ് S22 Ultra'യുടെ സ്ക്രീനിന് വരുന്നത്. അത് മൊത്തത്തിൽ മാറ്റണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, 26,000 രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണോ? നിങ്ങൾ തന്ന അപ്ഡേറ്റ് മൂലം കേടുവന്ന എൻ്റെ ഫോണിന് ഞാൻ റിപ്പയർ ചെയ്യണോ ഇത്ര കൊടുത്തിട്ടെന്ന് വെച്ചപ്പോൾ, അൺഫോർച്ചുനേറ്റ്ലി സാർ, ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതാണ്. ഇതൊരു 5-6 തവണ പറഞ്ഞു. അതായത് വേണം എന്ന് പറയുന്നില്ല, പക്ഷേ പറയാതെ പറയാറില്ല, അങ്ങനെ ഒരു വർത്താനം അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായി, എന്ത് ചെയ്യും എന്നറിയാതിരുന്നു. ആ സമയത്താണ് യൂട്യൂബിൽ ഒരു ചാനലുണ്ട്, റിവോക്കേഴ്സ് മീഡിയ. അതിലൊരു നിസാം ബ്രോ, അദ്ദേഹം നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് യൂട്യൂബിൻ്റെ അടിയിൽ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കി. വളരെ സപ്പോർട്ടീവായിരുന്നു അദ്ദേഹത്തിൻ്റെ
പല ടിപ്സും എനിക്ക് ഒരുപാട് സഹായം ചെയ്തു, അത് പറയാതെ വയ്യ. അദ്ദേഹം ചില ഐഡിയാസ് പറഞ്ഞു തന്നിരുന്നു. അത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ ചാനൽ ലിങ്ക് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങളൊന്ന് കയറിയൊക്കെ നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവാണ്. എന്ത് സഹായം മൂപ്പര് വിളിച്ചാൽ ചെയ്തിരുന്നത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് നസീമിക്കാന്, റിവോക്കേഴ്സ് മീഡിയയ്ക്കും. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, എനിക്ക് എക്സ്, അതായത് ഓൾഡ് ട്വിറ്റർ, പണ്ടത്തെ ട്വിറ്റർ, അതിൽ അക്കൗണ്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് വെച്ച് അദ്ദേഹം പറഞ്ഞ ഇതാണ്, അതായത് 3 വർഷം IT ആക്ട് പ്രകാരം 3 വർഷം വരെ ഒരു ഫോണിന് കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റോ മറ്റോ പ്രശ്നം ഉണ്ടായാൽ അതിനവർ ബാധ്യസ്ഥരാണ്. പിന്നെ നിലവിൽ സാംസങ്ങിന്റെ ഭാഗത്തു നിന്ന് ഡിസംബർ 30 വരെ ഒരു ഓഫറുണ്ട്. അതായത് 3 ഇയർ ഉള്ളിൽ വരുന്ന 3 മേടിച്ച് 3 ഇയർ ആവുന്നത് വരെയുള്ള സർവീസ് പെടുന്ന ഫോണുകൾക്കൊക്കെ അവർ ഫ്രീ ആയിട്ട് സ്ക്രീൻ റീപ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, എക്സിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എക്സിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയും എൻ്റെ ഫോണിൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂവിൻ്റെ ഫോട്ടോ ഇട്ടുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കുറിപ്പ് എഴുതിക്കൊണ്ട് സാംസങ്ങിൻ്റെ എല്ലാ സാംസങ് ഇന്ത്യ, സാംസങ് ഗ്ലോബൽ, സാംസങ് തുടങ്ങിയ എല്ലാ സാംസങ്ങിനെയും അതിൽ മെൻഷൻ ചെയ്തു. എന്നിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു. വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും എന്തെങ്കിലും നടന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു, സാംസങ്ങിൻ്റെ മെസ്സേജ് അയച്ചു. എന്താണ് നിങ്ങളുടെ പ്രശ്നം ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തന്ന അപ്ഡേറ്റ് കാരണം എനിക്ക് കിട്ടിയ ഒരു ക്രിസ്മസ് ഗിഫ്റ്റാണിത്, നടുക്കൊരു ഗ്രീൻ ലൈൻ വന്നിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പേടിക്കേണ്ട, അത് ഞങ്ങളെ കഴിയുന്ന വിധം സോർട്ട് ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് ഒരു കാള് വരും എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, നല്ല രീതിയിൽ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് അവർ എനിക്ക് തന്നത്. അങ്ങനെ ഞാൻ വീണ്ടും കാത്തിരുന്നു. ഒരു ദിവസം കഴിഞ്ഞിട്ടൊന്നും വന്നില്ല. അപ്പം ഞാൻ വീണ്ടും കസ്റ്റമർ കെയർക്ക് വിളിച്ചു. വെറുതെയാണ്, അവർ വീണ്ടും നെഗറ്റിവിറ്റിയാണ് പറഞ്ഞത്, നിങ്ങളുടെ ഫോണിൻ്റെ കംപ്ലൈൻറ്റ്, നിങ്ങൾ ഉപയോഗം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രാന്ത് പിടിച്ച് ഞാൻ അത്യാവശ്യം റൈസ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ അത് അവിടെ നിർത്തി, ആ സംഭാഷണം നടത്തി. പിന്നീട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ, ഈ എക്സാമിൻ്റെ ഇടയിൽ തന്നെ അവരൊരു തവണ ക്ലാസ് ടൈമിൽ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഹെഡ് ഓഫീസിൽ നിന്നാണ്, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ വീണ്ടും അവർ പറഞ്ഞു, ഒരു 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ സാംസങ്ങിൻ്റെ ഹെഡിന് വിളിക്കും. അപ്പോൾ പറഞ്ഞു, ഇത് കുറേ കേൾക്കുന്നു, ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, തീർച്ചയായും വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞ് അവസാനം പിന്നെ എനിക്കൊരു മെയിൽ വന്നു. വർഷിണി എന്ന് പറഞ്ഞിട്ട് സാംസങ്ങിൻ്റെ ഒരു ഹെഡായിട്ടുള്ള ആള് വിളിച്ചു, കസ്റ്റമർ സർവീസ് സെൻറ്ററിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞിട്ട്. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ അടുത്ത് ഒറിജിനൽ ബില്ലുണ്ടോ ചോദിച്ചു, ഫോണിൻ്റെ ഒറിജിനൽ ബില്ല്. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് മെയിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ മെയിൽ ചെയ്ത് കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് സ്കൂൾ പൂട്ടുന്ന 20th, ഡിസംബർ 20th വൈകുന്നേരമായിട്ട്, പിന്നെ കുറച്ച് ദിവസത്തിന് അപ്ഡേറ്റ് ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ ഇതും പോയോ കരുതി. പക്ഷെ 20th വർഷിണി എന്നെ വിളിച്ചു. ഒരു വൈകുന്നേരമാണ് വിളിച്ചത്. സ്കൂളൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പെട്ടെന്നാണ് വിളിച്ചത്. അതായത് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ഓഫർ തരാം, ഒരു മെയിൽ അയച്ചു, അവർ വിളിച്ചു, ആദ്യം നിങ്ങൾക്കൊരു ഓഫർ തരാം, നിങ്ങളുടെ ഫോൺ ഇപ്പം നിലവിൽ ഔട്ട് ഓഫ് വാറൻറ്റിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്കിലും ഞങ്ങൾ സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്നൊരു ഓഫർ തരികയാണ്. 26,000 സംതിങ് രൂപയാണ് ഡിസ്പ്ലേക്ക് വരുന്നത്. അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ അതിൻ്റെ മെയിലിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം. അതിൽ നിങ്ങൾ 500 രൂപ, 650 ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. 650 സർവീസ് ചാർജ് മാത്രം നൽകിയാൽ മതി, ബാക്കി സാംസങ് വഹിച്ചോളാം എന്ന് പറഞ്ഞു. ഓക്കെ, പ്രോബ്ലം, അത് ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി ഫുൾ പൈസ 25 സംതിങ് രൂപ അവർ വഹിക്കാമെന്ന് പറയുകയും 650 രൂപ സർവീസ് ചാർജ് മാത്രം നമ്മൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സർവീസ് സെൻറ്ററിലേക്ക് പോകൂ, ഞങ്ങൾ അപ്രൂവൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സർവീസ് സെൻറ്ററിൽ പോയി. 2 ദിവസം അവർക്ക് അവധിയായിരുന്നു. അവസാനം ഒരാഴ്ച പിടിച്ചു, കാരണം സാധനം വന്ന കുറേ പരിപാടികളുണ്ട്. ഇപ്പം ഇന്നലെ വൈകുന്നേരമാണ് എനിക്ക് കിട്ടിയത്. അത് തന്നെ കുറേ പെൻഡിങ് വന്നു. ശരിക്കും വെള്ളിയാഴ്ച കിട്ടേണ്ടതായിരുന്നു. അവിടെ ചില അക്കൗണ്ടിൻ്റെ ചില അപ്രൂവൽ പ്രശ്നം കാരണം പിന്നെ ഒരു ദിവസം നീണ്ടു. എന്നാലും കുഴപ്പമില്ല. പക്ഷെ തമാശ എന്താണെന്ന് വെച്ചാൽ 650 എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല. അവിടെ ഒരു 500 രൂപയാണ് എനിക്ക് കൊടുക്കേണ്ടി വന്നത്. 500 രൂപ മാത്രമാണ് എനിക്ക് കൊടുക്കേണ്ടി വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ആരൊക്കെയെങ്കിലും ഇത്തരത്തിൽ സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്നൊരു ഗ്രീൻ ലൈൻ വന്നാൽ, ഒരുപാട് വരുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. ഒരിക്കലും ഇത് കിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കരുത്. നിങ്ങളാൽ കഴിയുന്ന വിധം പരമാവധി ഫൈറ്റ് ചെയ്യുക, എന്നാൽ തന്നെ സാധനം കിട്ടും.
വിവോ എൻ്റെ കൂട്ടുകാർ ചിലർ പറഞ്ഞു വിവോ ഒപ്പൊക്കെ ഫ്രീ ആയിട്ട് വാറണ്ടി കഴിഞ്ഞതിനും കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ സാംസങ് അങ്ങനെയല്ല, പരമാവധി ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും സാംസങ്ങിനെ ഞാൻ കുറ്റം പറയില്ല, കാരണം അവർ എനിക്ക് ചെയ്തു തന്നു, അത് അപ്രിഷ്യേറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് വർഷിണി എന്ന് പറഞ്ഞ മാഡത്തിൻ്റെ വളരെ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റമായിരുന്നു അവരുടെ, അതിന് നന്ദി പറയാതെ വയ്യ. പക്ഷെ അവരുടെ കസ്റ്റമർ സർവീസ് ഭയങ്കര തുടക്കത്തിലൊക്കെ സംസാരിച്ചത്, കാരണം പരമാവധി അവർ നമ്മളെ കൊണ്ട് ആ പൈസ അടപ്പിക്കാനുള്ള ശ്രമമാണ് നോക്കുന്നത് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വന്നാൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് കസ്റ്റമർ സർവീസ് സെൻറ്റർ ഇപ്പോൾ ഞാൻ പാലക്കാടാണ്, പെരിന്തൽമണ്ണ, ഞാൻ മണ്ണാർക്കാടാണ് പ്രോപ്പറായിട്ടുള്ള സ്ഥലം. പെരിന്തൽമണ്ണയുണ്ട്, പാലക്കാടും ഉണ്ട്. പാലക്കാട്ടുകാരാച്ചാൽ തീർച്ചയായും പാലക്കാട് പോയി ആദ്യം ഒരു ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യും. ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പറ്റുമെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചൊന്ന് ജസ്റ്റ് അവതരിപ്പിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടൂ. കാരണം ഈ S22 Ultra പോലുള്ള മോഡലാണ്, അവർ നിലവിൽ ഞങ്ങളുടെ ടേംസ് ആൻഡ് സർവീസ് പ്രകാരം ഞങ്ങൾക്ക് തരാൻ കഴിയില്ല, അങ്ങനെ ഒരുപാട് ഇത് പറയും. അപ്പം നിങ്ങൾ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അവരോട് പരമാവധി സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡിന് ഫോണൊന്ന് കണക്ട് ചെയ്യാൻ പറയും. തീർച്ചയായും അതും അവർ ചെയ്യണമെന്ന് ഉറപ്പൊന്നുമില്ല. ഏറ്റവും നല്ല ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ പറ്റുമെങ്കിൽ എക്സ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിൽ സാംസങ്ങിനെ ടാഗ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം ഫോട്ടോ സഹിതം വിശദീകരിച്ച് എഴുതി കൊടുക്കുക. അപ്പോൾ എന്തുണ്ടാവും, തീർച്ചയായും സാംസങ്ങിനെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രതിവിധി ഉണ്ടാവുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഒറിജിനൽ ബില്ല്. എവിടെ നിന്നാണോ നിങ്ങൾ ആ ഫോൺ മേടിച്ചത് അതിൻ്റെ ഒറിജിനൽ ബില്ല് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നോട് അങ്ങനെ ചോദിച്ചില്ല, അത് ആ ഇമെയിൽ അയക്കാൻ മാത്രമേ ചോദിച്ചിരുന്നു, എങ്കിലും ഒറിജിനൽ ബില്ല് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത് അവർ പറഞ്ഞത്, പുറത്ത് നിന്ന്, അതായത് ഗൾഫിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നും വാങ്ങിയ ഫോണാണെങ്കിൽ ഇവിടെ അതിന് സർവീസ് ലഭിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. മൂന്നാമതായി പറയുന്നത്, ഫോണിന് ഡാമേജ് ഒന്നും പാടില്ല. അതായത് സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ അവർ നമ്മൾ ഫോൺ ചെക്ക് ചെയ്യും. ഫോണ് ഒരു ഭാഗത്ത് പോലും സ്ക്രാച്ചോ ചെറിയ ബെൻഡിങ്ങോ ഒന്നും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം അവർ അത് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ് ആണ് ഗ്രീൻ ലൈൻ വന്നതെന്നുള്ള രീതിയിൽ ബാധിച്ച് അവർ തീർച്ചയായും അത് എന്ത് നമ്മൾ ചെയ്താലും അവരെ അത് പറഞ്ഞ് ഒഴിവാക്കുക. അപ്പോൾ പരമാവധി നല്ല ഇത്തിരി വില കൂടിയ കേസുകൾ, കട്ടിയുള്ള ആർമർ ടൈപ്പ് കേസുകൾ ഇട്ട് ഉപയോഗിക്കാനും ശ്രമിക്കുക. കാരണം പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് വീണു എന്നൊക്കെ ഇരിക്കും. വീണുവെങ്കിൽ അതിനെന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് പറ്റിയ ഭാവിയിൽ ഇങ്ങനെ സ്ക്രീൻ ലൈൻ പ്രശ്നം വന്നാൽ അതും വെച്ചിട്ട് അവരെന്ത് ചെയ്യും, നമ്മുടെ അത് റിജക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആർക്കും വരാതിരിക്കട്ടെ, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം നമുക്ക് ഫോൺ കിട്ടിയിരിക്കുകയാണ്, ഗ്രീൻ ലൈൻ ഉണ്ടായിരുന്നത് കറക്റ്റ് ശരിയാക്കി തന്നിട്ടുണ്ട് അവർ. ഇത് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയി തോന്നിയെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.